വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ ഈ വർഷം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അതിന്റെ സിലബസ് കൃത്യമായിട്ട് അറിയണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയണം. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ പഠിച്ചു മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷ 2021 നടന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ സാധിക്കുകയൊക്കെ നമ്മുടെ JKR അക്കാഡമി വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് റാങ്ക് കരസ്ഥമാക്കാൻ, വളരെ എളുപ്പത്തിൽ റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാനും ടോപ്പ് മാർക്കിൽ മേടിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാനാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ വളരെ എളുപ്പത്തിൽ റാങ്ക് മേടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. മോഡൽ എക്സാമുകളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, SSCRT ക്വസ്റ്റ്യൻ ഉണ്ട്, NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സിലബസ് നോക്കാം. സിലബസിലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിക്ക് 50 മാർക്കാണ്. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറും ടൈപ്പ്റൈറ്റിംഗും എല്ലാം ഉൾപ്പെടും. കൂടാതെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ മാർക്ക് കരസ്ഥമാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം റാങ്ക് ലിസ്റ്റിന്റെ വരാനുള്ള ഏകദേശം മാർക്ക് നമുക്ക് കൃത്യമായിട്ട് മേടിച്ചു എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിന്റെ 50 മാർക്ക് എങ്ങനെ കരസ്ഥമാക്കാമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് വരുന്നത്? ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അത് നിർബന്ധമായിട്ടും എല്ലാ ചോദ്യ പേപ്പറുകളിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ആവർത്തിച്ച് വരുന്ന ഷോർട്ട് കട്ടുകളാണ് Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഞാൻ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അബ്രിവേഷൻസ്. എല്ലാ പരീക്ഷയ്ക്കും ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന്റെ അബ്രിവേഷൻസ് കൃത്യമായിട്ട് വരാറുണ്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ ഈ അബ്രിവേഷൻസും ഷോർട്ട് കട്ടിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്, കൃത്യമായിട്ട് ആവർത്തിച്ച് വരുന്ന ചില ചോദ്യങ്ങൾ. ഇപ്പോൾ വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഈ 3 ഭാഗത്തു നിന്നും കൃത്യമായിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ആ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, കൃത്യമായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ ആ വേഡ്, എക്സൽ, പവർ പോയിന്റ് ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സാധാരണ പവർ പോയിന്റിൽ നിന്നും സാധാരണഗതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ F5 പ്രസ് ചെയ്യാറുണ്ട് അല്ലേ? F5 പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് റീഫ്രഷ് ചെയ്ത് വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ആ ചോദ്യങ്ങൾ, F5 ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായിട്ട് പല രീതിയിൽ ചോദിക്കാറുണ്ട്. എന്നാലും ആൻസർ F5 ആയിട്ട് വരുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അതുപോലെ തന്നെ എക്സലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ, അതായത് എന്താണ് നമ്മുടെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സിമ്പലുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, അത് കൃത്യമായിട്ട് തന്നെ അത് എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കമ്പ്യൂട്ടറിന്റെ മാർക്ക്
മുഴുവനായിട്ടും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്ന് വളരെ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പിന്നീട് ആവർത്തിച്ച് വരുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ പ്രൊഫിഷ്യൻസി എന്നുള്ള 50 മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. GKയും കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജനറൽ നോളേജ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് 30 മാർക്കിൽ നിന്ന് പരമാവധി ഒരു 80%, 75% മാർക്ക് മേടിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിങ്ങളെല്ലാം തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് 20 മാർക്കുണ്ട്. അതും സാധാരണ ഇതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ, അത് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളായിട്ട് തന്നെ അത് പിന്തുടർച്ചയോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. When I reached the railway station, the train had left. ചിലപ്പോൾ അത് അവിടെ പൂരിപ്പിക്കാനായിട്ട് വരാം, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ നിന്ന് ഏതെങ്കിലും വിട്ട് കളഞ്ഞിട്ട് പൂരിപ്പിക്കാനായിട്ട് വരാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ നിങ്ങൾ ചെയ്തു നോക്കണം. മോഡൽ എക്സാമുകൾ ചെയ്താൽ നിങ്ങൾക്ക് പഠന നിലവാരം എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വീക്കെൻഡിലും പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ മോഡൽ എക്സാമുകൾ ചെയ്യേണ്ടതായിട്ട് ഞാൻ പറയുന്നത്. മോഡൽ എക്സാമുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ മോഡൽ എക്സാമുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആവുകയും പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് മേടിക്കാവുന്ന രീതിയിലാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊരു പഠന രീതി പിന്തുടർന്ന് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് മേടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.